നാം അധിവസിക്കുന്ന ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് വാസ്തവത്തിൽ ആരാണ്? അക്രമങ്ങളും അഴിമതിയും അനീതിയും ഒക്കെ കാണുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ആളുകൾക്ക് വ്യത്യസ്തമായ ചിന്തകളാണ് ഉള്ളത്. ചിലർ ചിന്തിക്കുന്നു ഈ ലോകത്തിൻ്റെ നിയന്ത്രണം ശക്തന്മാരായ ചില ഭരണാധികാരികളുടെ കൈകളിലാണ്. വേറെ ചിലർ ചിന്തിക്കുന്നത് ഈ ലോകം നിയന്ത്രിക്കുന്നത് സാത്താനാണ്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മോട് എന്താണ് സംസാരിക്കുന്നത്? ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സദൃശവാക്യം 21-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. തനിക്ക് ഇഷ്ടം ഉള്ളിടത്തോട്ടൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ പാകേണ്ട ചില ചിന്തകളുണ്ട്. ലോകത്തിൻ്റെ നിയന്ത്രണം മനുഷ്യരുടെ കൈകളിലല്ല, അത് ദൈവത്തിൻ്റെ കൈകളിൽ ആകുന്നു. ഒരു കൃഷിക്കാരൻ നദിയുടെ ഒഴുക്ക് തിരിച്ചുവിടുന്നത് പോലെ ദൈവം ചരിത്രത്തെയും മനുഷ്യ ഹൃദയത്തെയും തൻ്റെ പദ്ധതി പ്രകാരം, ഇഷ്ടപ്രകാരം, ഉദ്ദേശപ്രകാരം നയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സർവ്വ രാജ്യത്തിൻ്റെ മേലും ആധിപത്യമുള്ള മഹാരാജാവാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അധികാരത്തിലും ശക്തിയിലും സൈന്യബലത്തിലും ജ്ഞാനത്തിലും ഒക്കെ അഭിമാനിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. രാജ്യങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാരും ജനങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരും ഭരണാധികാരികളും മനുഷ്യരുടെ കണ്ണിൽ വലിയവരായിട്ട് തോന്നിയേക്കാം. എന്നാൽ ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നതനായ അധികാരിയുടെ ഹൃദയം പോലും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ആണെന്നുള്ള മഹത്തായ സത്യമാണ്. രാജാവിൻ്റെ ഹൃദയത്തെ നീർത്തോടിനോട് ഉപമിക്കുന്നു. ഒരു കർഷകൻ തനിക്കിഷ്ടമുള്ള ദിശയിലേക്ക് നീർത്തോടിൻ്റെ വെള്ളം തിരിച്ചുവിടുന്നത് പോലെ മനുഷ്യ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം ദൈവം നിയന്ത്രിക്കുന്നു. മനുഷ്യൻ തൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് നാം ചിന്തിച്ചാലും ദൈവത്തിൻ്റെ പരമാധികാരമാണ് എല്ലായിടത്തും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോകത്തിലെ പല സംഭവങ്ങളും നമ്മെ ആശങ്കപ്പെടുത്തുന്നതാണ്. അനീതി വർദ്ധിക്കുന്നു, ദുഷ്ടന്മാർ ശക്തിപ്പെടുന്നു, സത്യസന്ധരായ മനുഷ്യർ കഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ വചനം നമ്മളെ ധൈര്യപ്പെടുത്തണം. ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് പുറത്തായി ഒന്നും സംഭവിക്കുന്നില്ല. മനുഷ്യൻ്റെ കണ്ണിൽ വലിയ ദുരന്തങ്ങൾ പോലെ തോന്നുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിരിക്കും. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ ഭയപ്പെട്ട് ജീവിക്കേണ്ടതായിട്ടില്ല. ദൈവം ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതവും വളരെ കരുതലോടെ ദൈവം നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. മനുഷ്യർക്ക് തെറ്റുപറ്റാം, പക്ഷെ ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റാറില്ല. ഈ വചനം നമ്മെ ഒരു ഉത്തരവാദിത്വം കൂടെ ഭരമേൽപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ ഹൃദയങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് മാത്രമാണ് അധികാരമെങ്കിൽ ദൈവഭയമുള്ള ഭരണാധികാരികൾ നാട് ഭരിക്കുവാൻ തീർച്ചയായും നമ്മുടെ നാടിനായും സമൂഹത്തിനായും അധികാരസ്ഥന്മാർക്കായും നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എത്ര കഠിനമായ മനുഷ്യരെ പോലും മാറ്റുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ നിയന്ത്രണം ദൈവത്തിൻ്റെ കൈകളിൽ തന്നെയാണ്. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ
ഇരിക്കുന്നു. ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. ആയതുകൊണ്ട് നാം ഭയപ്പെടാതെ മുന്നോട്ട് പോകണം. എന്തെല്ലാം സംഭവങ്ങൾ നമ്മെ വല്ലാതെ അലട്ടുന്നതാണെങ്കിൽ പോലും ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് നാം പ്രാർത്ഥിപ്പാൻ തീർച്ചയായും കടപ്പെട്ടവരാണ്. ദൈവമായ കർത്താവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഏത് മനുഷ്യൻ്റെ ഹൃദയത്തോടും ഇടപെടുവാൻ, ഏത് മനുഷ്യനെയും തൻ്റെ കയ്യിലെ ഉപകരണമാക്കി മാറ്റുവാൻ അത്യുന്നതനായ ദൈവമേ, അങ്ങയ്ക്ക് അധികാരമുണ്ട്. അങ്ങാണ് സർവാധികാരി. അങ്ങയുടെ അധികാരത്തിനു മീതെ മറ്റൊരു അധികാരമില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. രാജാക്കന്മാരെ ഇറക്കുന്നതും രാജാക്കന്മാരെ നീക്കുന്നതും ആക്കുന്നതുമെല്ലാം ദൈവമായതുകൊണ്ട് സ്തോത്രം. അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.